ദാരിദ്ര്യക്കാരനായ ഒരു മനുഷ്യൻ, സക്കേവൂസ്. അതുകൊണ്ട് തന്നെ ധനികനായിരുന്നു അയാൾ. അയാൾ ക്രിസ്തുവിനെ കാണണമെന്ന് തോന്നി അയാൾ സിക്കമർ മരത്തിൽ കയറിയിരുന്നു. ഒടുവിൽ യേശുവിനെ കണ്ടു. യേശു പറഞ്ഞു, ഇറങ്ങി വാ, എനിക്ക് നിന്റെ വീട്ടിലാണ് ഇന്ന് താമസം, പെട്ടെന്ന് ഇറങ്ങി വന്നേക്ക്. അയാൾ തിടുക്കത്തിൽ ഇറങ്ങി വന്നു എന്നാണ് സുവിശേഷം പറയുന്നത്. ഇറങ്ങി വന്ന് അയാൾ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ എല്ലാവർക്കും അമർഷമായി കാണും. കാര്യം യേശു ഏറ്റവും പാപിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഭക്ഷണത്തിനിരിക്കാൻ പോകുന്നത്. അത് ശരിയൊന്നുമല്ല. അങ്ങനെ ഇവിടെയൊക്കെ വീട്ടിൽ കയറേണ്ട ഒരാളല്ലല്ലോ യേശു. ഇത് പറയുമ്പോൾ യേശുവിന് പ്രത്യേകിച്ച് ഒന്നും തോന്നി കാണത്തില്ല. കാര്യം യേശു ചെയ്ത എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്തവരാണ് ഈ കൂടെ നടക്കുന്നവരൊക്കെ. അതുകൊണ്ട് യേശുവിനിത് വലിയ പ്രശ്നമായിട്ടോ തോന്നിയില്ല. പക്ഷേ സക്കേവൂസിന് സങ്കടമായി. കാര്യം യേശുവിൻ്റെ പിന്നാലെ ഇവരുമുണ്ട്. ഇവരെല്ലാവരും ഇത് പറയുമ്പോൾ പിറുപിറുക്കുന്നൊക്കെ ഈ മനുഷ്യൻ കേൾക്കുന്നുണ്ടാവും. അവർക്ക് ഒത്തിരി സങ്കടമായി. അയാളെ വീട്ടിൽ വന്നിട്ട് എന്തിനാ ഇവൻ്റെ വീട്ടിൽ കയറിയതെന്നൊക്കെ യേശു കേൾക്കുന്ന രീതിയിലും കേൾക്കാത്ത രീതിയിലൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ അയാളുടെ മനസ്സ് വല്ലാണ്ട് പിടഞ്ഞു. അയാൾ എല്ലാവരും കേൾക്കൊരു വാക്ക് പറഞ്ഞു, വളരെ മനോഹരമായ ഒരു വാക്ക്: എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർ കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ 4 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒന്ന് മനക്കണക്കിട്ട് നോക്കിയേ. അയാളുടെ സ്വത്ത് അത് 1,00,000 ഉണ്ടെന്ന് വെറുതെ ഒന്ന് മനക്കണക്കിട്ടോ. അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ 50,000. ഇയാൾ 50,000 രൂപ ഇയാൾ ദരിദ്രർ കൊടുത്തു. ബാക്കി 50,000 രൂപ ഇയാളുടെ കയ്യിലുണ്ട്. ഇനി ആരുടെയെങ്കിലും വക വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി കൊടുക്കാമെന്നാണ് അയാൾ ഉറപ്പ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കയ്യിലുള്ളതൊക്കെ വഞ്ചിച്ച തുക തന്നെയാണ്, ചുങ്കം പിരിച്ച് നേടിയെടുത്തതാണ്. 4 ഇരട്ടി എന്ന് വെച്ചാൽ ഒരു 2,00,000 രൂപ. കയ്യിൽ 50,000 ഉണ്ടായിരുന്ന മനുഷ്യൻ 2,00,000 രൂപയോളം അയാൾ കയ്യിൽ നിന്ന് വെച്ച് കടം വാങ്ങിച്ച് അയാൾ വഞ്ചിച്ചവർക്ക് തിരിച്ചു കൊടുത്തു. ഇപ്പോൾ അയാൾ ദരിദ്രനാണ്. കാര്യം സുവിശേഷം ആദ്യം പറഞ്ഞത് അയാൾ ധനികനെന്നാണ്. മനക്കിടക്കിട്ട് കൃത്യമായി നോക്കിയാൽ അയാളിപ്പോൾ കടംകാരനാണ് പലർക്കും. അങ്ങനെ കടംകാരനായി ഒരു ദരിദ്രനായിട്ട് അയാളിപ്പോൾ നിൽക്കുമ്പോൾ അയാൾക്കുള്ള ഏക സ്വത്ത് ഏതെന്നറിയോ? ക്രിസ്തുവാണ്. ക്രിസ്തു തൻ്റെ വീട്ടിൽ വന്നപ്പോൾ അതിനെ കുറ്റം പറഞ്ഞ മനുഷ്യരുടെ മുമ്പിൽ അയാൾ ജീവിതം കൊണ്ട് തെളിയിച്ചു, ഇപ്പോൾ ഞാൻ യേശുവിനെ സ്വീകരിക്കാൻ യോഗ്യനാണെന്ന്. അതാണ് അയാളുടെ പോസിറ്റീവ്. എനിക്ക് തോന്നുന്നു സുവിശേഷത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കിട്ടിയൊരു മനുഷ്യൻ ഇയാൾ തന്നെയാണ്. യേശുവിനെ വീട്ടിൽ സ്വീകരിച്ചതിൻ്റെ പേരിൽ അയാൾ വേറെ എല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറായി. ചോദ്യം ഇതാണ്: ക്രിസ്തുവിനെ വീട്ടിൽ സ്വീകരിച്ചതിൻ്റെ പേരിൽ എന്താണ് നമ്മൾ നഷ്ടമാക്കിയിട്ടുള്ളത്? യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളത്? ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കാനായിട്ട് എന്താണ് നമ്മൾ വേണ്ടാന്ന് വച്ചിട്ടുള്ളത്? ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ സ്വത്തെന്ന് കരുതിയ പലതിനെയും വേണ്ടെന്ന് വെച്ചിട്ട് അയാൾ ക്രിസ്തുവിനെ വീട്ടിൽ സ്വീകരിച്ച് അഭിമാനത്തോടെ തല ഉയർത്തിയിരുന്നു. എത്ര പേരാണ് ക്രിസ്തുവിന് വേണ്ടി പല കാര്യങ്ങളും ത്യജിച്ചിട്ട് തല ഉയർത്തി നിൽക്കാൻ തയ്യാറായിട്ടുള്ളത്? സുവിശേഷം അവസാനിക്കുന്നിടത്ത് അയാൾ കിട്ടിയ ഭാഗ്യം എന്താണെന്നറിയോ? ഇതെല്ലാം പറഞ്ഞു കഴിയപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിൻ്റെ രക്ഷ കൈവന്നിരിക്കുന്നു. നിനക്ക് രക്ഷ കിട്ടിയെന്നല്ല, ഭവനത്തിന് രക്ഷ കിട്ടിയെന്നാണ്. കൂടെ നിന്നവർക്കും ചാരി നിന്നവർക്കും വീടിൻ്റെ അടുത്ത് നിന്നവർക്കും എല്ലാവർക്കും രക്ഷ കിട്ടി. ആ വീടിൻ്റെ കൂരക്കീഴുന്ന എല്ലാവർക്കും ഇപ്പോൾ രക്ഷയാണ്. നമ്മളുടെ ഒരു തീരുമാനം നമ്മളുടെ കൂടെ നിൽക്കുന്നവർക്കും അകന്നിക്കുന്നവർക്കെല്ലാം രക്ഷയ്ക്ക് കാരണമായി തീരും. ധൈര്യമുണ്ടോ അങ്ങനൊരു തീരുമാനമെടുക്കാൻ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നഷ്ടങ്ങളോ സ്വർഗപാതയത്രേ.
என்